ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈനറി ഡിവിഷൻ മെത്തേഡാണ്. സോ ബൈനറി ഡിവിഷൻ മെത്തേഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം പ്രീവിയസ് വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു ബൈനറി ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു, അതിനെങ്ങനെയാണ് നമുക്ക് റീസ്റ്റോറിങ് മെത്തേഡ് എന്ന് പറയാൻ പറ്റുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡിൽ വേരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് പഠിച്ചു. ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു പറഞ്ഞു, ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞു, പിന്നെ ഡിവിസറിനെ സബ്ട്രാക്ട് ചെയ്യുന്നു പറഞ്ഞു. ഈ സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഫൈനൽ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, റീസ്റ്റോർ ചെയ്യും. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ആണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റും സബ്ട്രാക്ഷനും മാത്രം ചെയ്യും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു റീസ്റ്റോറിങ് ഡിവിഷൻ മെത്തേഡിൻ്റെ ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഫ്ലോ ചാർട്ട് അതുപോലെ തന്നെ അൽഗോരിതം നമ്മൾ വളരെ ബ്രീഫായിട്ട് പഠിക്കും. അപ്പോൾ എക്സാമ്പിൾ മനസ്സിലായവർക്ക് ഈ ഫ്ലോ ചാർട്ടും അൽഗോരിതം വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 14/3 നമ്മൾ ചെയ്തപ്പോൾ ആദ്യം നമ്മൾ 14ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി എഴുതി 1110 അല്ല, ഇത് നമുക്ക് ഡിവിഡൻഡ് എന്ന് പറയാം. 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അതിന് ഡിവിസർ എന്ന് പറയാം. അതിനെ നമ്മൾ ആദ്യം പ്ലസ് എമ്മും മൈനസ് എമ്മും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് ഷിഫ്റ്റ് ലെഫ്റ്റും സബ്ട്രാക്ഷനും ചെയ്തു, MSP ചെക്ക് ചെയ്തു. MSP 1 ആണെങ്കിൽ നമ്മൾ ആ വാല്യൂവിനെ റീസ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ MSP 1 ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 1ൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കണം ഈ വേക്കൻറ്റ് പൊസിഷനിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞു. ഇതായിരുന്നു സൈക്കിൾ 1. അപ്പോൾ ഒരു 4 ബിറ്റ് ഡിവിഡൻ്റ് ആണെങ്കിൽ 4 സൈക്കിളിൽ നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സെക്കൻഡ് സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്ന ഈ ഒരു റിസൾട്ടിനെ നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ 0 എന്നാണ്. അപ്പോൾ നമുക്ക് റീസ്റ്റോർ ചെയ്യാനില്ല. നമുക്ക് എന്ത് ചെയ്തു? ഈ 0ൻ്റെ കോംപ്ലിമെൻറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞു. സൈക്കിൾ 3ൽ നമ്മൾ ചെയ്യുന്നത്, ഈ സൈക്കിൾ 2ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ വീണ്ടും ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. MSPയിൽ 1 വന്നുകൊണ്ട് നമ്മൾ ഡാറ്റയെ റീസ്റ്റോർ ചെയ്തു അല്ലേ. വീണ്ടും നമ്മൾ 4ാമത്തെ സൈക്കിളിൽ ഷിഫ്റ്റ് ലെഫ്റ്റും സബ്ട്രാക്റ്റും ചെയ്തു. MSPയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്തു. റീസ്റ്റോർ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എന്നുള്ളത് അക്യുമുലേറ്ററിലും അതുപോലെ തന്നെ ഡിവിഡൻഡ് എന്നുള്ളത് നമുക്ക് റിസൾട്ടായിട്ടും കിട്ടി. ഇങ്ങനെയായിരുന്നു നമ്മൾ നോർമലി ഒരു റീസ്റ്റോറിങ് ഡിവിഷൻ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്കേ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ? നമുക്ക് മൈൻഡിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിൽ നിന്നാണ് നമ്മൾ റീസ്റ്റോറിങ് ഡിവിഷൻ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിന് ശേഷം നമ്മൾ ഇൻപുട്ടിനെ സെറ്റ് ചെയ്യും. അതായത് ഡിവിഡൻഡ് സെറ്റ് ചെയ്യും, ഡിവിസറും സെറ്റ് ചെയ്യും. ഡിവിഡൻഡ് അതുപോലെ ഡിവിസർ സെറ്റ് ചെയ്യും അല്ലേ. ഈ ഡിവിഡൻഡ് എന്നുള്ളത് നമ്മൾ ക്യൂ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഡിവിസർ എന്നുള്ളത് നമ്മൾ M എന്നുള്ള രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് എന്നുള്ളത് ക്യൂയിലേക്കും ഡിവിസർ എന്നുള്ളത് എമ്മിലേക്കും കൊടുക്കും. അപ്പോൾ 14/3 ചെയ്യുകയാണെങ്കിൽ 14 എന്നുള്ളത് ക്യൂവിലും 3 എന്നുള്ളത് എമ്മിലും ആയിരിക്കും അല്ലേ. ഇതിന് ശേഷം നമ്മൾ അക്യുമുലേറ്റർ ക്ലിയർ ചെയ്യും. അക്യുമുലേറ്റർ ക്ലിയർ ചെയ്യുന്നത് എന്താ നമുക്കറിയാം. ഈ അക്യുമുലേറ്ററിലേക്കായിരിക്കും ആക്ച്വലി നമ്മുടെ റിമൈൻഡർ ഉണ്ടാവുക അല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബിറ്റ്സ് സെറ്റ് ചെയ്യും, എത്ര ബിറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഡിവിഡൻഡ് എത്ര ബിറ്റാണോ അത്രയും സൈക്കിൾസ് പെർഫോം ചെയ്യണം. ഇപ്പോൾ ഒരു 4 ബിറ്റ് നമ്പർ ആണെങ്കിൽ 4 സൈക്കിൾസ് കൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ബിറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കും, N എന്നുള്ളത്. അപ്പോൾ 4 ബിറ്റ് ആണെങ്കിൽ 4 സൈക്കിൾ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. 5 ബിറ്റ് ആണെങ്കിൽ 5 സൈക്കിൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എത്ര സൈക്കിൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ Nനെ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ സ്റ്റാർട്ടിങ്ങും ഇനീഷ്യലൈസേഷനും ശേഷം നമ്മൾ ചെയ്യുന്ന ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷനാണ്. അതായത് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ക്യൂവിലെ കണ്ടൻറ്റും കൂടി നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യും. ഒരു ബിറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ MSPയുടെ വാല്യൂ 0 ആണോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ നമ്മൾ നോർമൽ സബ്ട്രാക്ഷൻ മാത്രം ചെയ്യും. എയിൽ നിന്ന് M സബ്ട്രാക്ട് ചെയ്യും. ഈ സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? -M എടുത്തിട്ട് ആ -M ആഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്തത്. ഇത് ഓൾറെഡി വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം. അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ MSP 1 ആണോ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 1 ആണെങ്കിൽ നമുക്ക് റീസ്റ്റോറേഷൻ എന്നുള്ള പ്രോസസ്സും കൂടി ചെയ്യേണ്ടി വരും.
അതായത് പ്രീവിയസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അക്യുമുലേറ്റർ വാല്യൂനെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതും. ഇതിനായിരുന്നു റീസ്റ്റോറേഷൻ. 0 ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എന്താ, 0 ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കേസ് എന്ന് പറയുന്നത് റീസ്റ്റോറേഷൻ ചെയ്യേണ്ട, ഷിഫ്റ്റ് ലെഫ്റ്റും സബ്ട്രാക്ഷനും മാത്രം ചെയ്താൽ മതി. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞ കേസിൽ എന്താണോ MSP കിട്ടുന്നത്, ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഈ ഡിവിഡൻറ്റിൻ്റെ LSPയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതെന്തിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യും, ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. MSP വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ടർ MSPയുടെ വാല്യൂ 1 ആണെങ്കിൽ ഈ സബ്ട്രാക്ഷൻ്റെ കൂടെ നമ്മൾ റീസ്റ്റോറിങ് കൂടി ചെയ്യും അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ 4 ബിറ്റുകളാണ് ഉള്ളതെങ്കിൽ 4 ടൈം ഇത് റിപ്പീറ്റ് ചെയ്യണം. ഷിഫ്റ്റ് സബ്ട്രാക്ട് റീസ്റ്റോർ എന്നുള്ള പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലി എൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മളിത് എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. ഇങ്ങനെയായിരുന്നു ആക്ച്വലി നമുക്ക് റീസ്റ്റോറിങ് ഡിവിഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് സ്റ്റെപ്പിൻ്റെ ബേസിസിൽ നമുക്കൊന്ന് ഫ്ലോ ചാർട്ട് വരച്ച് നോക്കാം. അപ്പോൾ ഫ്ലോ ചാർട്ട് വരച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ റീസ്റ്റോറിങ് ഡിവിഷൻ എന്നുള്ള മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ 2 വീഡിയോയും റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ റീസ്റ്റോറിങ് ഡിവിഷനും എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പാർട്ടാണ്. അപ്പോൾ നിങ്ങളിത് വിട്ടുകളയരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലോ ചാർട്ട് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ചിലപ്പോൾ ഒരൊറ്റ സ്ലൈഡിൽ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആവില്ലെങ്കിൽ അടുത്ത സ്ലൈഡും കൂടി ആയിട്ട് ഞാൻ ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഇനീഷ്യലി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് അസൈൻ ചെയ്യണം അല്ലേ. ഞാൻ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇതിന് ശേഷം എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി അല്ലേ. അടുത്തത് അതിലെ പാരാമീറ്റേഴ്സ് ഓരോന്നായിട്ട് കൊടുക്കണം. ഏതൊക്കെയാണോ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞേ. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് n കൊടുക്കണം. n എന്താ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്, എത്ര സൈക്കിൾസ് പെർഫോം ചെയ്യണം, അതാണ് n അല്ലേ. പിന്നെ m ഇനീഷ്യലൈസ് ചെയ്യണം. m എന്ന് പറഞ്ഞാൽ ഡിവിസറാണ് m. പിന്നെ അക്യുമുലേറ്റർ സെറ്റ് ചെയ്യണം. അക്യുമുലേറ്റർ ബൈ ഡിഫോൾട്ടായിട്ട് 0 ആയിട്ട് സെറ്റ് ചെയ്യണം. q സെറ്റ് ചെയ്യണം. q എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ഡിവിഡൻ്റ് ആണ് q. ഇത്തരം കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് എന്താ, നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണോ ചെയ്യാനുള്ളത്. നമുക്ക് ഷിഫ്റ്റ് ലെഫ്റ്റാണ് ചെയ്യാനുള്ളത് അല്ലേ. നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്താ, ഷിഫ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യേണ്ടത്, എയും എടുക്കണം ക്യൂ എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തിട്ട് എ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. a ടെൻസ് ടു a മൈനസ് m എന്ന് കിട്ടും. ഇത് ആക്ച്വലി എന്താ, സബ്ട്രാക്ഷനാണ്. യെസ്, അപ്പോൾ ഈ 2 പ്രോസസ്സ് ചെയ്യണം. ഈ 2 പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എൻ്റെ സൈൻ ചെക്ക് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ എൻ്റെ സൈൻ ചെക്ക് ചെയ്യുക. യെസ്, ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താ, നമുക്ക് സൈൻ ഓഫ് എ ചെക്ക് ചെയ്യണം. സൈൻ ഓഫ് എ. ഓക്കെ, എൻ്റെ സൈന് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, എൻ്റെ സൈന് 0 ആണെങ്കിൽ ഇതാണ് ഈ സ്റ്റെപ്പ് പറയുന്നത്. അതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്തായിരിക്കും, അതാണ് ഈ സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ ബൈ ഡിഫോൾട്ടായിട്ട് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തു ഇവിടെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ. അതായത് 0 ആണ് വരുന്നതെങ്കിൽ ആ 0ൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നമ്മൾ LSPയിലേക്ക് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നത്. 1 ആണെങ്കിലോ ആ 1ൻ്റെ കോംപ്ലിമെൻ്റ് ആയ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരെ കോംപ്ലിമെൻറ്റ് ചെയ്യും. കോംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കാണിക്കുക, അതായത് നമ്മൾ ഡിവിഡൻ്റ് എടുക്കും. ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റിൻ്റെ LSP ബിറ്റ് ഏതാണ് ശരിക്കും, Q0 അല്ലേ. Q0 എന്നുള്ളത് 1 ആയിട്ട് കൊടുക്കും. അതായത് MSPൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇത് 1 ആയിട്ട് കൊടുക്കും. അല്ലെങ്കിലോ 1 ആണെങ്കിലോ
1 ആണെങ്കിൽ ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെയാണ് നമ്മൾ Q(0) എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുക്കും? 0 ആയിട്ട് കൊടുക്കും. ഈ 2 സ്റ്റെപ്പിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്താ? അപ്പോൾ നമ്മൾ ഈ 2 ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു കേസും കൂടി ഇവിടെ വരുന്നുണ്ട്. Q(0) = 0 ആണെങ്കിൽ, അതായത് MSPയുടെ വാല്യൂ 1 ആണെങ്കിൽ നമുക്കിവിടെ അഡീഷണലി ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ടാവേ. ഏതാണ് ആ സ്റ്റെപ്പ് നോക്കാം. 2 സ്റ്റെപ്പ് ശരിക്കും ഇവിടെ ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ് 2 സ്റ്റെപ്പ്? ഫസ്റ്റ് നമ്മൾ Q(0)യുടെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. അതിനുശേഷം നമുക്ക് റീസ്റ്റോർ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, MSPയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യണം. MSPയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? റീസ്റ്റോർ ചെയ്യണ്ട. ഇതല്ല ഓൾറെഡി നമ്മൾ പറഞ്ഞ കേസ്. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഡിക്രിമെൻ്റ് ആണ്, അല്ലേ? ഡിക്രിമെൻ്റ്. അപ്പോൾ ഈ 2 ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്തായിരിക്കും? ഈ 2 ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിക്രിമെൻ്റ് ആണ്. ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഈ ഒരു പ്രോസസ്സ് 4 സൈക്കിൾസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി n എന്നുള്ളത് ഡിവിഡൻറ്റിൻ്റെ ബിറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 4 സൈക്കിൾസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാനിവിടെ. അപ്പോൾ ഡിക്രിമെൻ്റ് n എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അത് 4 ആയിരിക്കും. 4 ഡിക്രിമെൻ്റ് ചെയ്ത് 3 ആവും. അടുത്ത സ്റ്റെപ്പിൽ അത് 3 എന്നുള്ളത് 2 ആവും, 2 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആവും. അപ്പോൾ 0 ആവുമ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ അതിൻ്റെ ബാക്കി അടുത്ത സ്ലൈഡിൽ വരയ്ക്കുകയാണ്. യെസ്, നമുക്ക് ചെയ്യാനുള്ളത് എന്താ? നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താ? n-ൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് n? n എന്താണ്? n എന്താണ്? n എന്നുള്ളത് 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? n = 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? അതുപോലെ n-ൻ്റെ വാല്യൂ നോൺ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? n-ൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ n-ൻ്റെ വാല്യൂ നോൺ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? n-ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി, അല്ലേ? അതായത് 4 സൈക്കിൾസ് കംപ്ലീറ്റ് ആയി എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? n-ൻ്റെ വാല്യൂ 0 ആയപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാഷ്യൻ്റ് എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, ക്വാഷ്യൻ്റ് നമ്മൾ ക്യൂവിൽ സ്റ്റോർ ചെയ്തു. നമ്മുടെ റിമൈൻഡർ നമ്മൾ എയിൽ സ്റ്റോർ ചെയ്തു. ഇത്രയും കാര്യം നമ്മൾ ചെയ്തത്, അല്ലേ? അത് നമുക്ക് ഓൾറെഡി ഇവിടെ കാണാം. നിങ്ങൾ നോക്കിയോടോ, ഫൈനലി നമുക്ക് ലാസ്റ്റ് ചെയ്ത ഈ സ്റ്റെപ്പിൽ നമുക്ക് അക്യുമുലേറ്ററിൽ നമുക്ക് ഫൈനലി നമ്മുടെ റിമൈൻഡർ കിട്ടും, അല്ലേ? നമ്മുടെ ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഡിവിഡൻറ്റിലാണ്. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാം. ഇത് ചെയ്തു. ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനോടോ? ചെയ്തതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ? യെസ്. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓപ്പറേഷന് ശേഷം നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഫൈനലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു, അല്ലേ? അപ്പോൾ n-ൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? n-ൻ്റെ വാല്യൂ 0 നമ്മൾ ചെക്ക് ചെയ്തു. 0 അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് സ്ലൈഡിലേക്ക് തന്നെ പോകണം. 0 അല്ലെങ്കിൽ ഇത് ഏതുവരെ റിപ്പീറ്റ് ചെയ്യണം? ആക്ച്വലി ഒന്ന് പറയാൻ പറ്റുമോ? ഏതുവരെ റിപ്പീറ്റ് ചെയ്യണം? 0 അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ പെർഫോം ചെയ്യേണ്ടി വരും. ഇത് n ≠ 0 എന്നുള്ള കണ്ടീഷനാണ്. n 0 ആണെങ്കിൽ ആക്ച്വലി ഇത് എൻഡ് ചെയ്തു. n 0 അല്ലെങ്കിൽ n 0 ആവുന്നവരെ നമുക്കിത് ഈ ഓപ്പറേഷൻസ് 4 സൈക്കിൾസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഇതാണ് ഫണ്ടമെൻ്റലി ഒരു സക്സസീവ് ആയിട്ടുള്ള ഡിവിഷൻ്റെ ബേസിക് ഫ്ലോ ചാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ നോക്കിയേ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഡിവിഡൻറ്റും ഡിവിസറും ഇനീഷ്യലൈസ് ചെയ്തു. ഡിവിഡൻറ്റിനെ നമ്മൾ Q രജിസ്റ്ററിലും ഡിവിസറിനെ M രജിസ്റ്ററിലും അക്യുമുലേറ്ററിനെ 0 രജിസ്റ്ററിലും സ്റ്റോർ ചെയ്തു. നമ്പർ ഓഫ് ബിറ്റ്സ് സെറ്റ് ചെയ്തു n. അത് ഡിവിഡൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ലെഫ്റ്റിന് ശേഷം നമ്മൾ സബ്ട്രാക്ട് ചെയ്തു, അല്ലേ? അതായത് അക്യുമുലേറ്ററിൽ നിന്ന് ഡിവിസർ കുറയ്ക്കുകയാണ്, സബ്ട്രാക്ടർ -m ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? എയുടെ വാല്യൂ ചെക്ക് ചെയ്തു. എ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തു. എ എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ LSP നമ്മൾ ഫില്ല് ചെയ്തു. LSPയുടെ വാല്യൂ 1 ആയിട്ട് കൊടുത്തു, കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തു, അല്ലേ? MSP 1 ആണെങ്കിൽ LSP 0, MSP 0 ആണെങ്കിൽ LSP 1. ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു?
ഈ പ്രോസസ്സുകൾ റിപ്പീറ്റ് ചെയ്തു. അതായത് ഷിഫ്റ്റിംഗ് പ്രോസസ്സ്, സബ്ട്രാക്ട് പ്രോസസ്സ്, റീസ്റ്റോർ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഇതിനുശേഷം നമ്മൾ ഈ സ്റ്റോപ്പ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഫ്ലോ ചാർട്ടിൽ വരയ്ക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷനുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഈസി ഞാൻ വരച്ചു തന്നിരിക്കുന്ന ബേസിക് കോൺസെപ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് റെഫർ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ ഒരു ബൈനറി ഡിവിഷൻ്റെ ബേസിക് ഫ്ലോ ചാർട്ട് വരച്ചു അല്ലേ? ഫ്ലോ ചാർട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഹാർഡ്വെയർ അറേഞ്ച്മെൻ്റ് ആണ് വരയ്ക്കാനുള്ളത്. ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നോർമലി ഇതിൻ്റെ കേസിൽ നമുക്ക് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലോ ചാർട്ടും അതുപോലെ തന്നെ എക്സാമ്പിൾസുമാണ് ചോദിക്കാറ്. ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഇതിൻ്റെ ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡിവിസറുണ്ട്, ഡിവിഡൻറ്റും ഉണ്ട്. അതിലൊന്നിനെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എം എന്നുള്ള ഒരു ബേസിക് രജിസ്റ്റർ യൂസ് ചെയ്യും, ശരിയല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്ത് സ്റ്റോർ ചെയ്യണം? നമ്മുടെ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ, റിമൈൻഡർ കിട്ടാൻ നമ്മൾ ഓൾറെഡി എ എന്നുള്ള രജിസ്റ്റർ യൂസ് ചെയ്യും, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്, റിമൈൻഡറിന് വേണ്ടി നമുക്ക് എ എന്നുള്ള രജിസ്റ്റർ യൂസ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് രജിസ്റ്റർ യൂസ് ചെയ്യാം? ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു രജിസ്റ്റർ യൂസ് ചെയ്യും. ഏതാണ് ആ രജിസ്റ്റർ? ആ രജിസ്റ്റർ നമുക്ക് ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ക്യൂ. ഓക്കെ, പിന്നെ എന്ത് വേണം? ഇതുപോലെ തന്നെ നമുക്കൊരു ALU വേണം. ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ നമുക്കൊരു ALU വേണം അല്ലേ? ആ ALU നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഓക്കെ, അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ALU ആണ്. യെസ്, അല്ലേ? നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഏതൊക്കെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാനുണ്ട്? ഓക്കെ, നമുക്കിതിനെ ഇൻ്റർ കണക്ട് ചെയ്യാം അല്ലേ? നമുക്കിവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷനൊക്കെ ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ നമുക്കറിയാം അല്ലേ? യെസ്, അതുപോലെ തന്നെ ALUവിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ഓക്കെ, ഇതായിരുന്നു ശരിക്കും ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് ഇതുപോലെ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? ഇതുപോലെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ നമുക്ക് ഡിവിഡൻറ്റ് വരയ്ക്കാനുണ്ട്. ഡിവിഡൻറ്റ് നമ്മൾ ക്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ഉണ്ടോ? ഡിവിഡൻറ്റ് നമ്മൾ ക്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഈ അക്യുമുലേറ്ററിനും ഡിവിഡൻറ്റിനും നമ്മളൊരു ആരോ ഹെഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിന് ശേഷം നമുക്ക് ഒരു ആഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ N ബിറ്റ് ഡിവിഡൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു N+1 സർക്യൂട്ട് വേണം. കാരണം നമ്മൾ 4 ബിറ്റ് ആണെങ്കിൽ 5 ബിറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്കൊരു ഡിവിസർ വേണം. ഡിവിസറിന് നമുക്ക് M എന്നുള്ള രജിസ്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന അക്യുമുലേറ്ററിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്താണോ ആ ബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളിവിടെ നോർമലി വരച്ചിരിക്കുന്ന ഈ Q0ൻ്റെ ക്വാഷ്യൻ ബിറ്റ് സെറ്റ് ചെയ്യുന്നത്. അത് ഓൾറെഡി നമുക്കറിയാം അല്ലേ? യെസ്, ഇതിനാണ് നമ്മൾ കൺട്രോൾ സീക്വൻസറൊക്കെ യൂസ് ചെയ്യുന്നത്. കണ്ടോ? യെസ്, അപ്പോൾ ഈ കൺട്രോൾ സീക്വൻസർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആരോ ഹെഡ് നിങ്ങൾ കണ്ടോ? അതായത് ഈ അക്യുമുലേറ്ററിൽ ഈ A രജിസ്റ്ററിൽ നിന്നുള്ള മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് കൺട്രോൾ സീക്വൻസറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണെങ്കിൽ അത് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് Q0ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് കോംപ്ലിമെൻറ്റ് ചെയ്ത് 1 ആക്കിയിട്ട് അത് ആക്ച്വലി ഇവിടെ ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹാർഡ്വെയർ. ഫിഗർ ഷോസ് എ ലോജിക് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഇംപ്ലിമെൻറ്റ് റീസ്റ്റോറിംഗ് ഡിവിഷൻ അൽഗോരിതം ജസ്റ്റ് ഡിസ്കസ്ഡ് അല്ലേ? ആൻഡ് N ബിറ്റ് പോസിറ്റീവ് ഡിവിസർ ലോഡഡ് ഇൻ ടു രജിസ്റ്റർ M ആൻഡ് N ബിറ്റ് പോസിറ്റീവ് ഡിവിഡൻറ്റ് ഈസ് ലോഡഡ് ഇൻ ടു രജിസ്റ്റർ Q. സ്റ്റാർട്ട് ദി ഓപ്പറേഷൻ. രജിസ്റ്റർ A ഈസ് സെറ്റ് ടു 0. ആഫ്റ്റർ ദി ഡിവിഷൻ ഈസ് കംപ്ലീറ്റ്, N ബിറ്റ് ക്വാഷ്യൻ്റ് ഇൻ രജിസ്റ്റർ Q ആൻഡ് റിമൈൻഡർ ഇൻ രജിസ്റ്റർ A. The required subtractions are facilitated using 2's complement arithmetic. This extra bit position at the left end of both A and M accommodates the sign bit during subtraction. The following algorithm perform restoring division. ഇതാണ് നോർമലി റീസ്റ്റോറിംഗ് ഡിവിഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റീസ്റ്റോറിംഗ് ഡിവിഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് പറഞ്ഞു, അതിൻ്റെ അൽഗോരിതംസ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ സിമ്പിൾ ഹാർഡ്വെയർ അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോർമലി ബൈനറി ഡിവിഷൻ എന്നുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ പോലെ റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്.
കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.